ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വയനാട്ടിലും കണ്ണൂരിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലയിൽ മഞ്ഞ ജാഗ്രതയും തുടരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് കർശന വിലക്ക്. ജസ്റ്റിസുമാരായ എൻ കോടീശ്വർ സിംഗും ആർ മഹാദേവനും സുപ്രീം കോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താന് അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് ജനകീയ ഭിഷഗ്വരനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ആചരണം പുതുപ്പള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കിയിൽ മലങ്കര ഡാമിന്റെ എല്ലാ ഷട്ടറും 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. മൂവാറ്റുപുഴ, തൊടുപുഴ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണം. വയനാട് ജില്ലയിൽ അംഗൻവാടികൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കോഴിക്കോടും പത്തനംതിട്ടയും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഞായർ വരെ മീൻ പിടിക്കാൻ പോകരുത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം. മാഹി തുറമുഖത്തു നിന്നും മീൻ പിടിക്കാൻ പോയ തോണി മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മറ്റൊരു തോണിയിലെ മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കണ്ണൂർ ജില്ലയിൽ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. വളപട്ടണം, ശ്രീകണ്ഠപുരം, ചെങ്ങളായി, കക്കാട് പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ തുടരുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടത്തും മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും നിരവധി വീടുകളാണ് തകർന്നത്. ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ 10 വീടുകൾ പൂർണ്ണമായും 218 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. 10 മുങ്ങിമരണങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ ഇരിട്ടി പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ രാത്രികാല ഗതാഗത നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിലേക്കുള്ള ഭാരവാഹനങ്ങൾ നെടുമ്പുഴ ചുരം വഴി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ ഇറക്കാൻ കഴിയാതെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കി. പുലർച്ചെ കുവൈത്തിൽ നിന്നെത്തിയ വിമാനമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. കനത്ത മഴയിൽ കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ഫ്ലെക്സ് ബോർഡ് മറിഞ്ഞു വീണ് അപകടമുണ്ടായി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 10 വീടുകൾ പൂർണ്ണമായും 218 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷത്തിൽ ഇതുവരെ ജില്ലയിൽ 10 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നു. പുഴകളിലും ജലസംഭരണികളിലും ജലനിരപ്പ് ഉയർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കക്കയം ഡാമിൽ ജലനിരപ്പ് 755.50 മീറ്റർ എത്തിയതിനാൽ ഡാമിൽ പ്രാഥമിക മുന്നറിയിപ്പായ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. പൂനൂർ പുഴയിലും ചാലിയാറിലും ഇരുവഞ്ചി പുഴയിലും ചെറുപുഴയിലും വെള്ളം ഉയർന്നിട്ടുണ്ട്. 34 വില്ലേജുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. വടകര വില്യാപ്പള്ളിയിൽ കിണർ താഴ്ന്നു. 33 വീടുകൾ ഭാഗികമായി ജില്ലയിൽ തകർന്നിട്ടുണ്ട്. പലയിടത്തും മരം വീണ് തടസ്സങ്ങളുണ്ടായി. കോഴിക്കോട് താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10 കുടുംബങ്ങളിൽ നിന്നുള്ള 36 പേരാണ് കഴിയുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ യാത്ര ദുഷ്കരമായി. തണ്ണീർപന്തലിൽ റോഡിലെ വെള്ളക്കെട്ട് കാരണം ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നു. ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുന്നു. മഴക്കെടുതിയും രൂക്ഷം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കിഴക്കൻ മഴവെള്ളം എത്തിത്തുടങ്ങിയതോടെ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലും അവയുടെ കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ 100 കണക്കിന് വീടുകൾ വെള്ളത്തിലായി. കുട്ടനാട്ടിലെ പല റോഡുകളും തോട് പോലെ കിടക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് 200ഓളം വീടുകൾക്കാണ് ഇതുവരെ നാശമുണ്ടായത്. ചേർത്തലയിലെയും ഓണാട്ടുകരയിലെയും ഓണക്കാല പച്ചക്കറി കൃഷിയും വെള്ളത്തിലായി. ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കാന നിർമ്മാണത്തിലെ അപാകത മൂലം ദേശീയപാതയോരത്തുള്ള നിരവധി വീടുകൾ വെള്ളത്തിലാണ്.
നീർച്ചാലുകൾ നികത്തി കാന കെട്ടിയതാണ് പ്രശ്നമായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മണിമലയാറ്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാറ്, തൃശൂർ ജില്ലയിലെ കരുവന്നൂർ നദി, ഗായത്രിപ്പുഴ, കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടിപ്പുഴ എന്നിവിടങ്ങളിലാണ് കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. ഈ നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കാസർഗോഡ് ജില്ലയിൽ 4 ദിവസമായി തുടരുന്ന മഴയിൽ വൻ നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ 4 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു. കാഞ്ഞങ്ങാട്ട് മരം കടപുഴകി വീണ് കാർ പൂർണ്ണമായും തകർന്നു. ശക്തമായ മഴയിൽ നീലേശ്വരം പുഴ വഴിമാറി ഒഴുകിയതിനെ തുടർന്ന് നീലേശ്വരം മാട്ടമ്മലിൽ കുത്തൊഴുക്കിൽപ്പെട്ട് വൻതോതിൽ കരയിടിഞ്ഞു. മലവെള്ളപ്പാച്ചിലിൽ മാട്ടമ്മൽ പാലവും അപകടാവസ്ഥയിലായി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ വൈദ്യുതി തടസ്സം നീക്കുന്നതിന് വൈദ്യുതി ബോർഡിന് കലക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും 4 ദിവസമായി ശക്തമായ കാറ്റും മഴയും തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. സുപ്രീം കോടതിയിൽ 2 പുതിയ ജഡ്ജിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജസ്റ്റിസുമാരായ എൻ കോടീശ്വർ സിംഗ്, ആർ മഹാദേവൻ എന്നിവർക്ക് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇതോടെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ അംഗബലം 34ആയി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു, 4 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബിജാപൂർ, സുക്മ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. ഇന്നലെ രാത്രി മണിപ്പാലിൽ വെച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സ്ഥാപക ഡയറക്ടറും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. ശ്രീ ചിത്രയിലെ കൃത്രിമ ഹൃദയ വാൽവുകളുടെ നിർമ്മാണ പ്രക്രിയയിൽ ഡോക്ടർ വല്യത്താൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 2005-ൽ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. വൈദ്യശാസ്ത്ര ലോകത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ MS വല്യത്താനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പരമ്പരാഗതവും ആധുനികവുമായ ചികിത്സാ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ച് മുന്നോട്ടുപോയ ജനകീയ ഭിഷഗ്വരനായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഡോക്ടർ MS വല്യത്താൻ ആരോഗ്യമേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് മന്ത്രി വീണ ജോർജ് അനുസ്മരിച്ചു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണം ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ നടക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷനായി. ഉച്ചകഴിഞ്ഞ് 3-ന് കോട്ടയത്ത് നടക്കുന്ന അനുസ്മരണ സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വെള്ളയമലത്ത് സംഘടിപ്പിക്കുന്ന സെമിനാർ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് മന്ത്രി MB രാജേഷ് അഭിവാദ്യം സ്വീകരിച്ചു. 173 ഉദ്യോഗസ്ഥരാണ് ട്രെയിനിംഗ് പൂർത്തിയാക്കിയത്. എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ദേശീയപാത എന്നിവയുടെ നിർമ്മാണത്തിൽ ഇളവുകൾ നൽകി സംസ്ഥാന സർക്കാർ. 2 പാതകളുടെ നിർമ്മാണത്തിനും GST വിഹിതവും റോയൽറ്റിയും ഒഴിവാക്കി പൊതുമരാമത്ത് വകുപ്പ് ഉത്തരവിറക്കി. 741.35 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൂടെ സംസ്ഥാനത്തിന് ഉണ്ടാവുക. ദേശീയപാതാ വികസനം സാധ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന് ശ്രീലങ്കയിൽ നാളെ തുടക്കമാകും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി. പോത്തുകൽ മുണ്ടേരിയിൽ ചാലിയാറിനക്കരെ വനത്തിൽ താമസിക്കുന്നവർക്കാണ് ITDP റവന്യൂ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. വയനാട്ടിലും കണ്ണൂരിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലയിൽ മഞ്ഞ ജാഗ്രതയും തുടരുന്നു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് കർശന വിലക്ക്. ജസ്റ്റിസുമാരായ N കോടീശ്വർ സിംഗും R മഹാദേവനും സുപ്രീം കോടതി ജഡ്ജിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താന് അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് ജനകീയ ഭിഷഗ്വരനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികാചരണം പുതുപ്പള്ളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
12:50.